ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ കുറേ വീഡിയോസിലും അതുപോലെ തന്നെ കുറേ ചാനലിലും ഈ കല്ലുമ്മക്കായൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ നിറക്കുന്നതിൻ്റെ റെസിപ്പി മാത്രമല്ല, ഞാനൊരു 2 മെത്തേഡിൽ ഇത് നിറച്ച് വെന്ത് വന്നതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കല്ലുമ്മക്കായ ഇതുപോലെ ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊരു 3-4 വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പുറത്തുള്ള കച്ചറകളൊക്കെ പോയി കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും കത്തി വെച്ചിട്ട് നന്നായിട്ട് അത് ഉരച്ച് കഴുകി പോക്കണം. അപ്പോൾ അതിന് തന്നെ ഇങ്ങനെ 3-4 വെള്ളത്തിൽ ഇങ്ങനെ കഴുകുമ്പോൾ നമുക്കിതിൻ്റെ കച്ചറകളൊക്കെ പോയി കിട്ടിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ആ ഒരു പുറത്തുള്ള ഷെല്ലിൻ്റെ മേലെയുള്ള ആ ഒരു കട്ടിയിലുള്ള ഒരു കച്ചറകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കല്ലുമ്മക്കായ പിന്നെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ആ പുറത്തുള്ള കച്ചറകൾക്ക് കംപ്ലീറ്റ് പോകണം. അല്ലെങ്കിൽ നമ്മൾ ഈ കല്ലുമ്മക്കായ തുറന്ന് അത് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൂഴിയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ടിത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കല്ലുമ്മക്കായൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉഴുന്നുവടയും ചട്നിയും നല്ലൊരു ചായയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിനി കല്ലുമ്മക്കായ ഇറക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ഇറക്കുക എന്നാണ് പറയുക. നമ്മളിങ്ങനെ തുറന്നെടുക്കുന്നില്ലേ, ഇത് നമ്മൾ കല്ലുമ്മക്കായ ഇറക്കുക എന്ന് പറയാം. അപ്പോൾ ഇതിനൊരു ഈസി ടിപ്സ് ഉണ്ട്. അത് നമ്മൾ കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടെടുത്താൽ നമുക്കിതിങ്ങനെ ഓപ്പണായിട്ട് കിട്ടും. ചെറുതായിട്ട് ഓപ്പണായിട്ട് കിട്ടും. ആ ചെറുതായിട്ട് ഓപ്പൺ ആവുന്ന വരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ കല്ലുമ്മക്കായൻ്റെ ഇറച്ചിയൊക്കെ വലിഞ്ഞ് പോകുമെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയം വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായയിലേക്കുള്ള അരി ഇതാ പച്ചരിയാണ് കുതിർത്തത്. അതുപോലെ തന്നെ ഇതാ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ സവോള 2 സവോളയാണ്, 2 ചെറിയ സവോളയാണ്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, ഞാൻ എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഒരിത്തിരി ചേർത്ത് കൊടുക്കാറുണ്ട്. എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ പെരുംജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിക്ക് നമ്മൾ എത്ര കല്ലുമ്മക്കായ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കല്ലുമ്മക്കായൊക്കെ ഞാൻ ഇറന്ന് വെച്ചിട്ടുണ്ട്. തുറന്ന് വെക്കുക, അതായത് നമ്മൾ ഇതിങ്ങനെ ഓപ്പണാക്കി വെക്കൂലേ, അതിനാണ് ഇറക്കുക എന്ന് പറയാം. അപ്പോൾ ഇത് നല്ല ഇറച്ചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് കുതിർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒറോട്ടിൻ്റെ പുഴുങ്ങലരിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും പുഴുങ്ങലരി ആകുമ്പോൾ സോഫ്റ്റായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പച്ചരി കുതിർത്തത്. ഇനി അല്ലെങ്കിൽ നമുക്ക് പുഴുങ്ങലരി കുതിർത്തിട്ടും ചെയ്യാം, നല്ല പൊന്നിയരൊക്കെ കുതിർത്തിട്ട് ചെയ്യാം, അങ്ങനെയും ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2 വിധത്തിലും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ദോശക്കൊക്കെ അരക്കുന്ന മിക്സിയുടെ ജാറിൽ അതിലൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രം കഴുകിയിട്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നും നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരി നല്ല തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, നല്ലോണം അരയണ്ട. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല. കല്ലുമ്മക്കായൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരണമെങ്കിൽ തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നബീസിൻ്റെ ഒറോട്ടിപ്പൊടിയാണ്. പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊരിത്തിരി പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറേ വേണ്ട, കുറച്ച് മതി. ഇതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് പൊടി ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടി ചേർത്തിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിലപ്പം കുറച്ചും കൂടി പൊടിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചെടുക്കാം. അങ്ങനെ കലംകായൊക്കെ നിറച്ചിട്ട് ഞാൻ അടിച്ചമ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വേവണം. അപ്പോൾ ഇത് സമയം ഒരു 9:10 രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മുടെ വീട്ടിൽ പടർന്ന് പന്തലിച്ചേക്കുന്ന കറിവേപ്പിലിൻ്റെ ചെടിയാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ, ഇതിൽ നിന്ന് തന്നെ കറിവേപ്പില ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല സ്മെല്ലുള്ള നല്ല നാടൻ കറിവേപ്പിലയാണ്. ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്തെടുക്കാന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ പറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടം എല്ലാത്തിലും കറിവേപ്പില ഇങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതുമാണല്ലോ, ഹെൽത്തി ആണല്ലോ. അങ്ങനെ ഞാൻ നറുക്കാൻ വേണ്ടി അരച്ച് വെച്ച അരിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലൊഴിച്ചിട്ട് മിക്സിയിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഞാനൊരു പച്ച കളറിലുള്ള കലംകായ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർക്കുന്ന മസാലകൾ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടും എരിവിനും വേണ്ടിയിട്ട് ഞാനൊരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട്, കളർ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ചേർക്കട്ടോ. പിന്നെ കറിവേപ്പില, കല്ലുപ്പ്, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക, ആവശ്യത്തിന് കളറിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എരിവും നോക്കണം, ചില മുളക് നല്ല എരിവുണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ ആ ഒരു അരപ്പുണ്ടല്ലോ, അതും ആ ഒരു വെള്ളമൊക്കെ ഞാൻ മിക്സിയിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് തന്നെ മാറ്റി. കാരണം ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുമ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുമല്ലോ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് കോൺഫ്ലോറാണ് ചേർത്തത്. കോൺഫ്ലോർ ചേർക്കുന്നത് നമുക്ക് ഒരു പുറത്തൊരു ക്രിസ്പിനെസ്സും കിട്ടും, അതുപോലെ തന്നെ ഒരു അതിനൊരു പെർഫെക്ഷൻ കിട്ടും. നമ്മൾ ആ ഒരു കലംകായ് പൊരിച്ചത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും, പെർഫെക്റ്റായിട്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ കലംകായൊക്കെ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ആൻ അവർ ഒരു കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ കലംകായ് വേവാനുള്ളൊരു ടൈമിങ്. പിന്നെ ഞാനിതാ ഇത് ഇവിടെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കലംകായൊക്കെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മളിതിൽ ആ ഒരു മിക്സിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു തിക്നെസ് നിങ്ങൾക്ക് ആവശ്യത്തിന് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്തിട്ട് തിക്കാക്കി എടുക്കാം. പക്ഷേ ഇത്രത്തോളം മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര തിക്കാവുമ്പം ഒരു കോട്ടിങ് കൂടുതലാകുമ്പോൾ കലംകായൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിത് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കലംകായ് നമ്മുടെ പച്ച കളറിലാണ് ഈ കലംകായ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങും കൂടിയാണ്. നമ്മൾക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പച്ച കളറിലും കൂടെ അവൈലബിൾ ആണ് കേട്ടോ കലംകായ്. പിന്നെ നമ്മൾ നോർമലി നമ്മൾ ആ ഒരു ചുവന്ന മുളക് പൊടിയിൽ മാത്രം, റെഡ് കളറിൽ മാത്രമാണ് നമ്മൾ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു പച്ചമുളകിൻ്റെയും പെരിഞ്ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഫ്ലേവറും കൂടി വരുന്നത് കൊണ്ട് കളറും കാണാനും നല്ല മൊഞ്ചുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ഫ്രൈ ചെയ്ത് ഒരു മറ്റൊരു ഡ്രൈ ആയിട്ടുള്ള പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാ മുളക് പൊടി യൂസ് ചെയ്തിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിത് എൻ്റേതായ ഒരു റെസിപ്പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്, ഞാൻ ഒന്ന് പരീക്ഷിച്ചിട്ട് ചെയ്തതാണ്. പച്ച കളറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ അത് കഴിച്ചിട്ടോ കണ്ടിട്ടോ അതിൻ്റെ റെസിപ്പീസൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ, 2 കളറിലൊക്കെ സെറ്റ് ചെയ്യാൻ ഇങ്ങനെ ചെയ്താൽ നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ് ഇതാ റെഡ് കളറുള്ളത് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ കലക്കിയ മാവുണ്ടല്ലോ അതിൽ ബാലൻസ്, പച്ച കളറിലുള്ള ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല റെഡ് കളറിൽ അതിൻ്റെ ഫ്ലേവറോട് കൂടി തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നോർമലി നമ്മൾ
ചെയ്യുന്നത് പോലെ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 2 കലം കൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.